അഭിനയിച്ച ആൾക്കാരാ. കേന്ദ്ര കഥാപാത്രം ചെയ്ത മേഡമാണ് വീണ ചേച്ചി. ഞാൻ ഉമാനുള്ള ക്യാരക്ടറാണ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. നല്ല സിനിമയാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഓരോ രംഗങ്ങളും കാരണം ഒരു കൂട്ടായ്മയായിട്ട് ചെയ്തൊരു സിനിമയാണ് എല്ലാവരും. പിന്നെ ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും മ്യൂസിക്കാണ് എല്ലാം ഗംഭീരം. 2 ടീച്ചർമാരാണ് ഇവരെ കഥാപാത്രം ഭംഗിയായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ പട്ടാമ്പിക്കാരനാണ് ഇതിൻ്റെ ഡയറക്ടർ, ഫാസിൽ റസാഖുകാരനാണ്. മൂപ്പരുടെ ഒരു മാജിക്ക് തടവ് എന്ന് പറഞ്ഞൊരു സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും ടീച്ചർ അനുഭവിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാവരും തിയേറ്ററിൽ ഫസ്റ്റ് വാച്ചിങ്. ഇപ്പം നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണല്ലോ, ആ സ്ത്രീ എങ്ങനെ അനുഭവിക്കണം എന്താണെന്ന് ഈ പടം കണ്ടാലേ അറിയാം. അത് ആ ക്യാമറമാനും ഡയറക്ടർ അത് സ്ക്രീനിൽ അത്രയും പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അഭിനയിക്കുന്നൊരു ഗീത ടീച്ചർ എന്നുള്ളൊരു ക്യാരക്ടറാണ് അതിൽ. സത്യം പറഞ്ഞാലേ പടങ്ങളൊക്കെ എങ്ങനെയുള്ള പടങ്ങളാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിലേ ഉള്ളൂ, അത്രയും നല്ല പെർഫെക്റ്റാണ്. തീർച്ചയായിട്ടും അവാർഡ് കിട്ടും. കാരണം എന്ന് വെച്ചാൽ അതുപോലെയാണ് ഓരോരുത്തരും അഭിനന്ദനം. സ്റ്റേറ്റ് അവാർഡ്. കാരണം അത് ഗംഭീരമായി പോയി. അത് ടീച്ചർക്ക് ഞാൻ സത്യം പറയല്ലോ, നമ്മളൊക്കെ അമ്മമാരാണ്, പെരുമാറാണ്, സ്ത്രീകളൊക്കെ ഒരുപാട് ഉപദ്രവിക്കണം. ഒന്നും പറയല്ല. അത്രയും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഒരു കാര്യം KPC ചേച്ചിയാണ്, വീരപ്പന്നമ്മ ചേച്ചി, സുമാരി ചേച്ചി മലയാള സിനിമ അമ്മമാരായിരുന്നു. ഇനി പുതിയ തലമുറയ്ക്ക് അമ്മ വേഷങ്ങൾ ചെയ്യാനുമായിട്ട് ഒരമ്മ ഈ സിനിമയിലൂടെ ഈ ഡയറക്ടർ സമ്മാനിച്ചു. ഓൾ ദ ബെസ്റ്റ് ടീച്ചർ. നമ്മുടെ ചേട്ടനും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു കേട്ടോ. കേരള കഥാപാത്രമാണ്, ഒരു സിംഗറുമാണ്. കുറച്ച് പേരാണ് എന്നെ കണ്ടത് നേരിട്ട്. അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി റിവ്യൂ കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് പേരൊക്കെ വന്നിട്ട് നല്ല വർക്കായി എന്ന് പറഞ്ഞു. സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാവരും കണ്ട് ഈ പടത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയാം. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തതാണ്. വെള്ളിത്തിരയിൽ ഇങ്ങനെ വരാൻ സാധിച്ചതന്നെ വലിയ ഭാഗ്യം എന്ന് കരുതുന്നു. നിങ്ങളാണെങ്കിലും വളരെ നന്നായിട്ട് കൈകാര്യം. എല്ലാവരും ഡയറക്ടറായാലും ആക്ടേഴ്സായാലും എല്ലാവരും ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം ഈ ഫിലിം. ഓക്കെ, താങ്ക് യു. റിയൽ ലൈഫ് മൂവി നല്ലോണം ഇഷ്ടമായി. ക്ലാസ്സിലൊക്കെ അടിപൊളിയായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. പെർഫോം ചെയ്ത ആർട്ടിസ്റ്റുകളായാലും എല്ലാം സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും എല്ലാം വളരെ ഗംഭീരമാണ്. വളരെ നല്ലതാണ്. നമുക്ക് പല ഫെസ്റ്റിവലിൽ നമ്മൾ പോയപ്പോൾ നമ്മൾ ഓഡിയൻസുമായിട്ടുള്ള എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലും പുറത്തും. ചൈനയിൽ ഇത് ബെയ്ജിങ്ങിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചതാണ്. തിരുവനന്തപുരത്ത് IFFK കാണിച്ചതാണ്. അപ്പോൾ വളരെ നല്ല ഓഡിയൻസ് ഉണ്ട്. ആൾക്കാർ കാണുകയാണെന്ന് ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ പടം എല്ലാവരുടെയും അഭിനയമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ക്യാരക്ടേഴ്സ് തൊട്ടിട്ട് അതിനകത്ത് റെലവൻ്റ് അല്ലാത്തവർ പോലും നമുക്ക് ആർക്കും അവിടെ അഭിനയിക്കാൻ തോന്നില്ല.